ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സന്ദർശിച്ചു. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി സന്ദീപ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദീപിന്റെ സന്ദർശനമെന്നാണ് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചത്. സാമുദായിക ഇടങ്ങളിൽ നിന്നടക്കം കിട്ടുന്ന പിന്തുണയാണ് ശക്തിയെന്നും സന്ദർശനത്തെ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ലെന്നും സന്ദീപ് പ്രതികരിച്ചു. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തങ്ങൾക്ക് നൽകുക എന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും പിന്തുടരേണ്ടതാണ് ഭരണഘടനയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വലിയ അനുഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക വിദ്യാഭ്യാസ ആത്മീയ സംഘടനയുടെ ഏറ്റവും ശീർഷനായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹവുമായി കാണാൻ സാധിച്ചതിൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സമയത്ത് അതൊരു വലിയ പിന്തുണയും അനുഗ്രഹവുമായിട്ട് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ തന്നെ വരാൻ ആഗ്രഹിച്ച സ്ഥലമാണിത്. ഇപ്പോഴാണ് സമയം ഒത്തുവന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചു, സന്തോഷം. അദ്ദേഹം വളരെ നല്ല വാക്കുകൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് അദ്ദേഹം സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി. വലിയ സന്തോഷം. ഈ കയ്യെഴുത്ത് പ്രതി നൽകുന്നതിനുള്ള ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താണ്? നമ്മൾ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ, ആ മതസ്വാതന്ത്ര്യമടക്കം തുല്യതയടക്കമുള്ള മൂല്യങ്ങൾ, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ, കോൺഗ്രസിൻ്റെ ആശയമാണല്ലോ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന, എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു ഭരണഘടന. അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ ഞാൻ തങ്ങളെപ്പോലെ ഒരാളെ കാണുന്ന സമയത്ത് നൽകേണ്ടത് എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്നെനിക്ക് തോന്നി. ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഒരു സമീപനം നിലവിൽ രാജ്യത്തുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നിലപാടാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും എൻ്റെ നിലപാട് ഭരണഘടനയ്ക്കൊപ്പമാണെന്ന വിനീതമായ പ്രഖ്യാപനം കൂടിയാണിതെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു. സമസ്തയോടും തങ്ങളോടും അങ്ങേയറ്റം ആദരവുണ്ടെന്നും ആത്മീയ രംഗത്തെ സൂര്യ തേജസ്സാണ് സമസ്തയെന്നും സന്ദീപ് പറഞ്ഞു. ഏറെ കാലമായുള്ള ആഗ്രഹമായിരുന്നു തങ്ങളെ കാണുക എന്നത്. സമസ്തയുടെ സംഭാവനകൾ കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നവയാണെന്നും സന്ദീപ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്, സുവർണലിപികൾ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് ഗുണകരമായിട്ട് വരും. ഇതൊരു മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നിങ്ങൾ അങ്ങനെ കാണാവുള്ളൂ. അതിലപ്പുറത്തേക്കൊരു കാര്യത്തിൽ ഇത് കൊണ്ടുപോകരുത്. അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകും. രാജ്യത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും സന്ദീപ് വാര്യരുടെ സന്ദർശനം രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നുമാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചത്. അങ്ങനെയല്ല, അത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പോൾ സന്ദീപ് വാര്യർ മുമ്പ് അവർ പിന്നെ BJP ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മുമ്പ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. അത് സ്വീകരിക്കേണ്ടതാണ്, അതിനൊരു ഭാഗമാണ്. മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് BJPയിലാവുമ്പോഴും ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. BJPയിലുള്ള പല നേതാക്കന്മാരായിട്ട് മതേതരത്വത്തിലേക്കാണ് അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതങ്ങനെ തന്നെ മൂപ്പര് അങ്ങനെയുള്ള പറഞ്ഞത്. അതുകൊണ്ടാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത്. ഞാൻ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ളത് ചെയ്യണം എല്ലാവരോടും. കേരളത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിനെ ശക്തമായി ചെറുക്കണമെന്നും സന്ദീപ് വാര്യർ ഓർമ്മപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.